ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, ധന്യവാദ പ്രണാം. ഹരേ കൃഷ്ണ. ഇന്ന് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തോടുകൂടി ആരംഭിക്കാം. ഒന്ന് പറയുക, എല്ലാവരും ഉച്ചത്തിൽ പറയുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ എന്നാണ് ചൈതന്യ ചരിതാമൃതം പറയുന്നത്, അല്ലേ? അപ്പോ എന്താണ് നാമചിന്താമണി കൃഷ്ണ? ഭഗവാന്റെ നാമം എന്ന് പറയുന്നതും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ യഥാർത്ഥത്തില് ഭഗവാൻ നമ്മുടെ നാവിൽ നൃത്തമാടുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ നാവില് ഭഗവാൻ അവിടെ വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അതുപോലെ തന്നെ പൂർണ്ണ ശുദ്ധമാണ് ഈ ഹരിനാമം എന്ന് പറയുന്നത്. ഹരിനാമത്തിനകത്ത് യാതൊരുവിധ ഭൗതിക മാലിന്യങ്ങളും അടങ്ങിയിട്ടില്ല. ഭൗതികതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അതീന്ദ്രിയമായ അവസ്ഥയിലുള്ള ഒരു കാര്യമാണ് ഭഗവാന്റെ തിരുനാമം. അത് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിനോട് സഹകരിക്കുന്നുവോ, തിരുനാമം നമ്മൾ ജപിക്കുന്നുവോ, അത്രത്തോളം പരിശുദ്ധി നമുക്ക് ലഭ്യമാവുകയാണ് ചെയ്യുന്നത്. കാര്യം ഭഗവാന്റെ നാമം ഒരു വിധത്തിലും കളങ്കപ്പെടാത്തത്, അല്ലെങ്കിൽ ഭൗതിക മാലിന്യങ്ങൾ ചേരാത്ത ഒരു നാമമാണ്. അതുപോലെ തന്നെ അത് നിത്യമുക്തനാണ്. നിത്യമുക്തൻ എന്ന് പറയുമ്പോൾ ഈ നാമം ഭൗതികതയിൽ നിന്ന് യാതൊരു വിധത്തിലെ ബന്ധനങ്ങളുമില്ല, അത് മുക്താവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ആ പരിശുദ്ധി കൈവരികയും അതുപോലെ തന്നെ ഈ മുക്താവസ്ഥയും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിന്റെ രണ്ടിന്റെയും ഗുണം നമ്മളിലേക്ക് ആവേശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പറയുന്നത് അഭിന്നത്വം നാമനാമിനോ, ഈ നാമവും നാമധാരിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നമുക്കും അറിയാം ഭൗതികതയിൽ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ പേര് ചൊല്ലി അഭിസംബോധന ചെയ്യും. അപ്പോൾ അത് ഞാൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും, അല്ലെ? ഇപ്പൊ പുറകിൽ നിന്ന് ആരെങ്കിലും നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് കൊണ്ടാണ്. ആ പേര് തന്നെയാണ് നാം. ആ പേരിന് നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോ ഈ പൂർണ്ണശുദ്ധമായതും മുക്താവസ്ഥയിലും ഇരിക്കുന്ന ഹരിനാമം നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തില് ഈ ട്രാൻസ്ജെൻഡറൽ അതീന്ദ്രിയമായ ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അതീന്ദ്രിയ നാമം ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ആനന്ദത്തിന്റെ ഉറവിടം ഭഗവാനാണ്, അല്ലെ? ഭഗവാന്റെ സച്ചിദാനന്ദ വിഗ്രഹനാണ്. അപ്പോ ഈ ആനന്ദം, ഈ നിത്യമായിട്ടുള്ള ആനന്ദം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നുമാണ്. ഭഗവാൻ ആനന്ദത്തിന്റെ സ്രോതസ്സാണ്. ആ സ്രോതസ്സിൽ നിന്ന് നമുക്ക് ഒരു തുള്ളി ആനന്ദം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തില് ധന്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ തിരുനാമത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. ഈ കലിയുഗത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ഹരിനാമമാണ്. കാര്യം ഭൗതിക വസ്തുക്കളെല്ലാം അസത്തുക്കളാണ്. അസത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നിനും ഒരു ശാശ്വതത്വമില്ല. നമുക്ക് ആലംബിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആശ്രയിക്കാനോ പറ്റിയ ഒരു വസ്തുവും ഭൗതികതയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഭൗതികതയിൽ ഇന്ന് നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വസ്തു ഹരിനാമമാണ്. ഹരേ നാമൈവ കേവലം ഹലോ നാസ്തേവ ഗതിരന്യഥ എന്ന് ശാസ്ത്രം പറയുന്നത് യാതൊരു വിധത്തിലും അതിന് നമുക്ക് തർക്കിക്കാനേ സാധിക്കില്ല. അത്രയ്ക്ക് നമുക്ക് അവലംബിക്കാവുന്ന, അല്ലെങ്കിൽ ആലംബിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ഒരേ ഒരു വസ്തു ഹരിനാമമാണ്. കാര്യം കലിയുഗത്തിൽ ഭഗവാൻ കലികാലേ നാമരൂപേ കൃഷ്ണാവതാർ എന്ന് പറയുന്നത്. ഈ കലികാലത്തില് ഭഗവാന്റെ നാമം മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? നാമവും നാമധാരിയും തമ്മിലുള്ള വ്യത്യാസം ഇല്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു കാര്യം ഹരിനാമമാണ്. ഹരിനാമത്തിലൂടെ ഭഗവാനെയാണ് നമ്മൾ ആശ്രയിക്കുക എന്ന് പറയുന്നത്.
ഹരിനാമം ജപിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണർവ്, ഭഗവാന്റെ ആനന്ദത്തിന്റെ ഒരംശം നമ്മുടെ അവബോധത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് അത് പ്രവേശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ആത്മാവിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഉണർവ് യഥാർത്ഥത്തില് ആത്മീയ ഉണർവാണ്, ആത്മാവിന്റെ ഉണർവാണ് ആ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹരിനാമത്തോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ നാമം ജപിക്കുന്നത്? മുമ്പേ പറഞ്ഞില്ലേ, പരിശുദ്ധി ഉണ്ടാവണം. കാര്യം നമ്മളെല്ലാം ബദ്ധാത്മാക്കളാണ്. ഈ ഭൗതിക ജീവിതത്തില് ഉള്ളൊരു ബദ്ധ ജീവിതം നയിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ആ ബദ്ധ അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കണ്ടേ, സ്വതന്ത്രരാകണ്ടേ. ഈ ആത്മാവ് എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ജനിച്ച് മരിച്ച് ഈ ജീവിത ചക്രങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വന്ന് ഇന്നിപ്പം അതിനൊരു മനുഷ്യ ശരീരം കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ ശരീരം. ആ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ടെങ്കിലും അതിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുള്ള ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം ആത്മാവിനുണ്ട്. കാര്യം ആത്മാവ് അനുഭവിച്ച ശിക്ഷകളാണ് ഓരോ ശരീരവും. ആ ശിക്ഷകൾ കൂടുതൽ ശിക്ഷകളുടെ ആ യാതനകൾ ഓർക്കുമ്പോൾ ആർക്കും സ്വാതന്ത്ര്യം കിട്ടണമെന്ന് തോന്നും, ഇല്ലേ? ജയിലിൽ കിടക്കുന്ന കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മാതിരി അവർക്ക് എന്നും അവർ ആഗ്രഹിക്കുന്ന തടവിന് പുറത്തു വരണമേ എന്നാണ്. അപ്പോൾ അവർക്ക് മോചനം കിട്ടാനുള്ള ഏതെങ്കിലും ഒരു മാർഗം തുറന്നു കിടക്കുമ്പോൾ അതിയായ സന്തോഷമായിരിക്കും ഉണ്ടാവുന്നത്. അതുമാതിരി ഈ ബദ്ധശരീരത്തിൽ, ഈ ശരീരത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിന് ഒരു മോചനം ആവശ്യമാണ്. ആത്മാവ് എന്നും കാക്ഷിക്കുന്നത് ആ മോചനമാണ്. മോചിച്ച് സ്വന്തം സ്ഥലമായ, സ്വന്തം ഗ്രഹമായ ഭഗവത്ധാമത്തിലേക്ക് എത്തിച്ചേരണം. ഞാൻ എന്തുകൊണ്ടോ എങ്ങനെയോ ഈ ബദ്ധാവസ്ഥയിൽ എത്തിച്ചേരും. സാഹചര്യങ്ങളിലുള്ള ആഗ്രഹങ്ങളുടെ ആ ഒരു ആകത്തുകയായിട്ട് ലഭിച്ച ഈ മനുഷ്യ ശരീരം പലവിധ ശരീരങ്ങളിലൂടെ കടന്നു വന്ന് പലരുടെയും അച്ഛനും അമ്മയുമായിരുന്നു നമ്മള്, പലരുടെയും മക്കളായിരുന്നു നമ്മള്. ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു മനുഷ്യ ശരീരമുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് മുക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭൗതിക പ്രകൃതിയിൽ കാണുന്ന ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുക്തിയെ ഉദ്ദേശിച്ച് ജീവിക്കാൻ സാധ്യമല്ല. 84 ലക്ഷം ജീവവർഗങ്ങള്, ജനുസുകള് നമ്മുടെ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം കടന്നു വന്നിട്ടുണ്ടാവണം. ഒരുപക്ഷെ നമ്മുടെ കർമ്മത്തിന്റെ തീവ്രത അനുസരിച്ചും കർമ്മത്തിന്റെ ഫലം എന്താണെന്നുള്ളതിനെ അനുസരിച്ചുമാണ് നമുക്ക് ഈ ഓരോ ശരീരവും ലഭിക്കുന്നത്, അല്ലെ? കർമ്മണ ദൈവനേത്രേന ജന്തോ ദേഹോപപദ്യതേ. നമ്മൾ അറിയുന്നില്ല. അത് വളരെ സറ്റിലായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് ഭൗതിക പ്രകൃതി നിയമം അനുസരിച്ച്, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച്, അല്ലെങ്കിൽ ഭഗവാന്റെ മേൽനോട്ടത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ശരീരവും ഓരോ പ്രാവശ്യവും നമുക്ക് ഓർമ്മയില്ല. അത് തന്നെ വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞ ജന്മം നമ്മൾ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ലാത്തത് തന്നെ വലിയ ഭാഗ്യം. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ഉള്ള ജന്മത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ അവസരത്തിൽ തന്നെ നമുക്ക് ഈ സ്വാതന്ത്ര്യം, ഈ ബദ്ധാവസ്ഥയിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്നും, ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആലോചിക്കാം. അതിൻ്റെ ഒരു മാർഗമാണ് നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തന്നിരിക്കുന്ന ഈ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എളുപ്പവഴിയാണ്. നമ്മളിത് ആഗ്രഹിക്കുന്ന, ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തനും, അഭിനവ ഭക്തനും ആശ്രയിക്കേണ്ടതാണ് ഈ ഹരിനാമം. എന്നാൽ അങ്ങനെ ആ ഹരിനാമത്തെ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി നാമപ്രഭുവിന് നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ വിടുതൽ, ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് നമ്മുടെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുന്നില്ല. കാര്യം എങ്ങനെയാണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ നിന്നുണ്ടായ കർമ്മഫലങ്ങളുടെ എല്ലാ അനുഭവവും നമ്മളുടെ സൂക്ഷ്മ ശരീരത്തില് നിക്ഷിപ്തമായിരിക്കുകയാണ്, അല്ലെ? അതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് നമുക്കിതിൽ നിന്നും കയറാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ തന്നെ ഒന്നുറപ്പാണ്, ഒരു പ്രാവശ്യം ഹരിനാമം ജപിച്ചാൽ തന്നെ നിങ്ങൾ ആ മുക്തന്മാരുടെ ലിസ്റ്റിലേക്ക് വരികയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഉയർന്ന് വരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഭക്തി ലഭ്യമായി കഴിഞ്ഞു. നമുക്ക് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപ കൊണ്ട് നമ്മുടെ ഉള്ളില് ഈ ഭക്തിയുടെ ബീജം ഇപ്പോൾ അത് പാകിയിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ബദ്ധാവസ്ഥയിൽ നിന്നും മാറുക എന്നുള്ളത്. അതുകൊണ്ട് ആ വിത്തിനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തിയെടുത്ത് ഒരു വൃക്ഷമായിട്ട് മാറ്റേണ്ടതും അതിൽ നിന്നും ഫലങ്ങൾ ലഭിക്കേണ്ടതും ലഭ്യമാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന്
നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നും മാറുവാൻ വേണ്ടിയാണ് നമുക്ക് ഹരിനാമം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആചാര്യന്മാർ. അത് എളുപ്പവഴി എന്ന് ഞാൻ പറഞ്ഞത് കാര്യം കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഭാഗവതത്തില് പരീക്ഷിത് മഹാരാജാവ് പരീക്ഷിത് മഹാരാജാവിനോട് സുഖദേവ ഗോസ്വാമി പറയുന്നു, ഹലോ ദോഷനിധേ രാജൻ അസ്ഥിഹേക്ക് മഹാൻ ഗുണാൻ കീർത്തന ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. വളരെ സത്യസന്ധമായ പ്രസ്താവന. ജനലക്ഷങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വരുന്ന ഓരോ ഭക്തനും ഏറ്റെടുത്തിരിക്കുന്ന വരികൾ, ആ വരികളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാര്യം ശ്രീമദ് ഭാഗവതം കരകളഞ്ഞ ഒരു ഗ്രന്ഥമാണ്, ആത്മീയ ഗ്രന്ഥമാണ്. അതിനകത്ത് പറയുന്ന ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും സത്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. അതിൽ പറഞ്ഞിരിക്കുക എത്രയോ വാസ്തവമാണ്. നമുക്ക് അതിശയിക്കാൻ മാതിരിയുള്ള കാര്യങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോ ഈ കലികാലത്തില് ഭയങ്കര ദുരിതങ്ങൾ നിറഞ്ഞ കാലം ആണെങ്കിലും കാലഘട്ടമാണെങ്കിലും മഹാരാജാവേ അതിലൊരു ഗുണമുണ്ട്. എന്താണ് ആ ഗുണം? കീർത്തന ഏവ കൃഷ്ണസ്യ മുക്തസംഗപരം രചയത്. ഈ ഭഗവാന്റെ കൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് മുക്തി കിട്ടാനും നമ്മുടെ പരമമായ നമ്മുടെ ധാമത്തിൽ എത്തിച്ചേരാനുമുള്ള ഒരു എളുപ്പ വഴി ശ്രീമദ് ഭാഗവതം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ചൈതന്യ മഹാപ്രഭുവും നമ്മളോട് നാമം ജപിക്കാൻ പറഞ്ഞിരിക്കുന്നതും ഈ ലോകം മുഴുവനും അദ്ദേഹം ഈ തിരുനാമം പ്രചരിപ്പിക്കുന്നതും നമ്മുടെ ആചാര്യന്മാർ വഴിയായിട്ട് നമുക്ക് ഈ തിരുനാമം ലഭിച്ചതും ഇതിന്റെയൊക്കെ ഫലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ എപ്പോഴും ഈ ഹരിനാമം നമുക്ക് പരമ്പരയായിട്ട് തന്നെ കിട്ടി നമ്മൾ ജപിക്കുമ്പോൾ അതിന് പ്രത്യേക ഗുണമുണ്ടാവും. കാര്യം നമ്മുടെ ഓരോ ജപത്തിലും നമ്മുടെ ആചാര്യന്മാർ കൂടി അതിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടാവും അവർക്ക്. അപ്പോ ആ രീതിയിൽ പരമ്പരയുടെ നിർദ്ദേശം അനുസരിച്ച് നാമം ജപിക്കുന്നു. അതിപ്പോ ഇന്ന് നമ്മളെല്ലാവരും അങ്ങനെ ഇരിക്കുന്നവരാണ്. ആ നാമജപത്തിന് വളരെ വലിയ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഏറ്റവും ആത്യന്തികമായ എന്താണ് നമ്മുടെ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം. നാം എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തെ അല്ല ചിന്തിക്കേണ്ടത്, നമ്മളിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ ശരീരത്തില് നമ്മുടെ കർമ്മഫലത്തിന്റെ കയറ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിന് ഒരു മോചനം ലഭിക്കണമെങ്കിൽ അതിന് നാമജപത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ ജപിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, മുന്നുള്ള യുഗങ്ങളിലൊന്നും വളരെ വളരെ കഠിനപരമായ തപശ്ചര്യകളും ഒക്കെ ആയിരുന്നു മനുഷ്യര് ഈ മോചനത്തിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കേണ്ടിയിരുന്നത്. പക്ഷേ കലികാലത്തില് കേവലം നാമജപം കൊണ്ട് മാത്രം നമുക്ക് മുക്തി കിട്ടാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ തിരുനാമം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. തിരുനാമ പ്രഭുവിനെ നമ്മൾ ആരാധിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ തിരുനാമം പ്രഭുവിന്റെ കാരുണ്യം നമുക്കുണ്ടെങ്കിൽ ഈ സംസാരത്തില്, അതായത് ഈ സംസാര അഗ്നി, സംസാര തീയിൽ നിന്നും നമുക്ക് പരിക്കുകൾ കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ സ്വധാമത്തിൽ എത്തിച്ചേരാൻ ഈ ഹരിനാമം എല്ലാവരെയും സഹായിക്കും. എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ ഹ്രസ്വമായിട്ടുള്ള സമയമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ എല്ലാവരും ഇത് ഇതിനെ സ്വീകരിച്ച് അതിൻ്റെ പരമാവധി ഉപയോഗത്തിലെത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ.